ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിശിരീകുറുവദേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതി ജഗന്മയി നിത്യശുദ്ധേ ഭക്തം ഭവച്ചരിതമംബപണീശ്വരോവി വ്യക്തം ന ശക്ത ഇതി സമ്യഗഹം സ്മരാമി ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുദേവ കഥാസാഗരം തുടർച്ച 7ാം ഭാഗത്തിലേക്ക് കടക്കട്ടെ. കരയാത്ത കുഞ്ഞ്. കുട്ടിയമ്മയ്ക്ക് ഒരു ഉണ്ണി പിറന്നതറിഞ്ഞ കൃഷ്ണൻ വൈദ്യർ മാടനാശാന്റെ ചുമലിൽ തലോടി തന്റെ സന്തോഷം പങ്കിട്ടു. എന്റെ കുട്ടിയുടെ ഉണ്ണി മഹാനായിത്തീരും. വൈദ്യരുടെ ആ വാക്കുകൾ ശ്രവിച്ച മാടനാശാന്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ഒരു നിമിഷം ആശാൻ മണയ്ക്കൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു. അപ്പോഴേക്കും രാമൻ വൈദ്യർ അടുത്തു വന്ന് അനുജൻ കൃഷ്ണൻ വൈദ്യരോട് ഉണ്ണിയുടെ ജനന മുഹൂർത്തത്തിന്റെ ചില സവിശേഷതകൾ പറയുവാൻ തുടങ്ങി. സൂതികാഗൃഹത്തിന്റെ മണൽ വിരിച്ച മുറ്റത്ത് ഉണ്ണിയുടെ ആദ്യ കരച്ചിൽ കേൾക്കുവാൻ കാതോർത്തുകൊണ്ട് മാടനാശാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സാധാരണ നിലയിൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന്റെ കരം വിട്ട് വരുന്നത് നിലവിളിയോടെയാണ്. ഈ ഭൂമിയെ ആദ്യമായി തൊട്ടു വന്നിക്കുന്ന ഒരു കുഞ്ഞിന്റെ കന്നി പ്രാർത്ഥനയാണല്ലോ ആ നിലവിളി. പക്ഷേ വയൽവാരത്തെ സൂതികാഗൃഹത്തിൽ നിന്നും അങ്ങനെ ഒരു കുഞ്ഞിക്കരച്ചിൽ ഉയർന്നതേയില്ല. മുറ്റത്ത് നിന്നവർക്കെല്ലാം ഉത്കണ്ഠയായി. സൂതികാഗൃഹത്തിന്റെ അടഞ്ഞുകിടന്ന കൊച്ചു വാതിലിലേക്ക് അവർ കൂടെ കൂടെ നോക്കി. ഏറെ നേരം കഴിഞ്ഞിട്ടാണ് ആ വാതിൽ തുറക്കപ്പെട്ടത്. ഒരു സ്ത്രീ തിടുക്കപ്പെട്ട് വാതിൽപ്പടിയിൽ തട്ടാതെ തല കുനിച്ച് ഓടിയിറങ്ങി വന്നു. കൃഷ്ണൻ വൈദ്യരുടെ ചെവിയിൽ എന്തോ അടക്കം പറഞ്ഞു. എന്നിട്ട് തിരിച്ച് അതേ വേഗതയിൽ തന്നെ അവർ ഉള്ളിലേക്ക് ഓടിക്കയറി പോവുകയും ചെയ്തു. എന്താ കൃഷ്ണ? രാമൻ വൈദ്യർ വർദ്ധിച്ച ഉത്കണ്ഠയോടെ അനുജൻ കൃഷ്ണൻ വൈദ്യരുടെ അടുത്തെത്തി. കുട്ടിയുടെ കുഞ്ഞ് ഇത്ര നേരമായിട്ടും കരഞ്ഞിട്ടില്ലത്രേ. കൃഷ്ണൻ വൈദ്യർ വ്യസനത്തോടെ പറഞ്ഞു. അത് കേട്ട് ഒരു തീക്കട്ട പതിച്ചതുപോലെ മാടനാശാന്റെ ഉള്ളൊന്നു പൊള്ളി. എന്തെങ്കിലും ചോദിക്കുവാൻ നാവ് പൊന്തിയതുമില്ല. രാമൻ വൈദ്യർ കുട്ടിയമ്മയുടെ പ്രസവമെടുത്ത പ്രധാന പതിച്ചിയെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പെറ്റിട്ട് ഇത്ര നേരം കഴിഞ്ഞിട്ടും നിലവിളിക്കാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആ പതിച്ചി പറഞ്ഞു.
കുഞ്ഞിന്റെ ചങ്കിടിപ്പ് നോക്കിയോ? രാമൻ വൈദ്യരുടെ തുടരന്വേഷണത്തിന് പതിച്ച് മെല്ലെ തലയാട്ടി അതേ എന്ന് അറിയിച്ചു. അവരുടെ മുഖത്ത് വിഷാദത്തിന്റെയല്ല, മറിച്ച് വിസ്മയത്തിന്റെ ഒരു നിഴലിപ്പാണുണ്ടായിരുന്നത്. ആ നിഴൽപ്പാട് ഉണ്ണിയുടെ പിറവി ഒരു സാധാരണ പിറവിയല്ലെന്നറിയിക്കുന്നത് പോലെ വൈദ്യർക്ക് തോന്നി. പൊക്കിൾക്കൊടി ബന്ധം മുറിക്കുമ്പോൾ ഏത് കരയാത്ത കുഞ്ഞും അപ്പോൾ കരയും. അതാ അനുഭവം, പതിച്ചു പറഞ്ഞു. ഒന്നാലോചിച്ചിട്ട് വൈദ്യർ അതിന് അനുവാദം നൽകി. അങ്ങനെ അമ്മയെയും കുഞ്ഞിനെയും ഈശ്വരൻ ചേർത്ത് വെച്ചിരുന്ന നാഭീനാളബന്ധം ഒരു നിമിഷം വേർപെടുത്തപ്പെട്ടു. അത്ഭുതം! എന്നിട്ടും ആ കുഞ്ഞ് കരയുകയുണ്ടായില്ല. എല്ലാവരും ഒന്നും ഉരിയാടാനാവാതെ തമ്മിൽ തമ്മിൽ നോക്കി നിന്നു. ദീനന്മാരുടെ കണ്ണീരൊപ്പുവാൻ പിറവി കൊണ്ട ഈ ദീനാവന പരായണൻ കരയാനായി പിറന്നവനല്ലെന്ന് അവർക്കപ്പോൾ അറിയുമായിരുന്നില്ലല്ലോ. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം 7-ാം ഭാഗം. കരയാത്ത കുഞ്ഞ് അവതരണം ഗുരുദേവ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.